ഹായ് ഓൾ, വെൽക്കം ടു MC. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ട്രേഡേഴ്സ് ഈഗോ. ഓക്കെ, ഒരു ട്രേഡറിന് ഒരിക്കലും മാർക്കറ്റാണ് എപ്പോഴും സുപ്രീം, ട്രേഡർ അല്ല സുപ്രീം. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഒരിക്കലും മാർക്കറ്റിനെ നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്ന പോലെ മാർക്കറ്റ് പോകണമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കല്ല. നിങ്ങൾ എങ്ങനെയാണോ പ്രെഡിക്ട് ചെയ്യുന്നത് അതൊരു പ്രോബബിലിറ്റി ആയിട്ട് മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യാവൂ. നിങ്ങൾ ചെയ്യുന്ന പ്രെഡിക്ഷൻ സക്സസ് ആവാം, സക്സസ് ആവാതിരിക്കാം. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ എന്താണ്? നിങ്ങൾ മാർക്കറ്റ് എന്താണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ല നമ്മൾ എന്താണ് പറയുന്നതെന്ന് മാർക്കറ്റ് അല്ല മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഈഗോ ഉണ്ട്. ഞാൻ പറയുന്ന പോലെ മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ അത് ഡൗൺ ട്രെൻഡ് ആണെന്ന് പ്രെഡിക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വാശി പിടിക്കും, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് വരട്ടെ എന്ന്. ആ ഒരു വാശി കാരണം എന്താണ്? നിങ്ങൾ ഓരോ അപ്സൈഡ് പോകുന്ന സമയത്ത് മാർക്കറ്റിനെ നിങ്ങൾ ആവറേജ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തിരിച്ചാണെങ്കിലും ഡൗൺ സൈഡിൽ അപ്സൈഡിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? സെല്ല് ചെയ്തുകൊണ്ടിരിക്കാം. സോ മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും എടുക്കേണ്ട ഒരു തീരുമാനം, ഒരിക്കൽ നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു, ഒരു പ്രോബിലിറ്റിയിൽ ഒരു ട്രേഡ് എടുത്തു, മാർക്കറ്റ് അപ് ട്രെൻഡ് ആണെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം. സോ ട്രേഡിംഗിൽ ഒരു ട്രേഡറിന് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി എന്തെന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ ട്രേഡ് ചെയ്യുന്ന എക്സിറ്റ് ആവുള്ളൂ. അതല്ല അത് കറക്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ ട്രേഡ് മാക്സിമം ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ഒരിക്കലും മാർക്കറ്റിന്റെ അടുത്ത് വാശി പിടിക്കല്ല. മാർക്കറ്റിന് അറിയാം ഏത് രീതിയിലാണ് നിങ്ങൾ മാർക്കറ്റിന്റെ അടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്ന്. സോ മാർക്കറ്റ് എപ്പോഴും ഏത് രീതിയിലായിരിക്കും നിങ്ങൾക്കുള്ള ടെംപ്ടേഷൻ കൂട്ടിക്കൊണ്ടിരിക്കും. അതായത് ലോസ് ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു ടെംപ്ടേഷൻ മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കും. സോ നിങ്ങൾ എന്താ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്? നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിന്റെ അടുത്ത് നിങ്ങൾ ഈഗോ കാണിക്കാൻ നിൽക്കില്ല, നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിന്റെ അടുത്ത് വാശി കാണിക്കില്ല. സോ ഒരു ട്രേഡ് എടുത്തു, ആ ട്രേഡിൽ എസ് എൽ അടിച്ചു. നിങ്ങൾ ഇന്ന് വിചാരിക്കുക ഞാൻ എടുത്ത ട്രേഡ് പ്രോപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ എന്റെ സെറ്റപ്പ് പ്രോപ്പർ ആയിരുന്നു, ബട്ട് ഇന്ന് എന്റെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡേ അല്ല. സോ ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത എന്റെ സെറ്റപ്പ് എപ്പോഴാണോ ആക്റ്റീവ് ആവുന്ന മാർക്കറ്റിൽ ആ സമയത്ത് ഞാൻ ട്രേഡ് എടുക്കാം. സോ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ട ക്വാളിറ്റി, നിങ്ങൾ ഒരിക്കലും ഒരു ഫിക്സഡ് ടാർഗറ്റ് മാർക്കറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ട്രേഡിംഗിൽ ഇറങ്ങില്ല. നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത് ഒരു ഫിക്സഡ് ലോസ് മാത്രമാണ്. ടാർഗറ്റ് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ലോസ് ആയിട്ട് നിങ്ങൾ ഒരു ദിവസം കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ഒരു 1:2 1:3 നിങ്ങൾ ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. സംടൈംസ് അത് ഒരിക്കലും നമുക്ക് ഒരു 1:4 1:3 എന്ന് പറയുന്ന ഒരു റേഷ്യോ വെച്ചിട്ട് ഒരിക്കലും മാർക്കറ്റിനെ പറയാൻ പറ്റത്തില്ല. സംടൈംസ് നമ്മൾ ബ്രേക്ക് ലെവലിൽ ഇറങ്ങും. അത് ഓരോരോ ക്രൈറ്റീരിയ ഓരോ സിനാരിയോ മാറും. എങ്കിലും എപ്പോഴും പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രോഫിറ്റിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാം. സോ ഈഗോ അവോയ്ഡ് ചെയ്യുക. മാർക്കറ്റ് ആണ് എപ്പോഴും സുപ്രീം. റെസ്പെക്ട് മാർക്കറ്റ്. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.